നിർമ്മിച്ചേ നമുക്ക് നാടൻ വരാലാണ് കേട്ടോ. കണ്ട കാണുമ്പോ ഇങ്ങനെ അല്ലല്ലോ. നിനക്ക് മീൻ വെട്ടം അറിയാവുന്നൊരു ഡൗട്ടാ, അതിനാണ് നിന്നോട് മീൻ വെട്ടം കാണിക്കാമെന്ന് ചോദിച്ചത്. പോടാ ശ്രീയേ, ഇതേ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ വാർക്കുട്ടി. ആടോ എനിക്ക് വെയിറ്റ് ഉണ്ട്, ഞാൻ കമ്പിയെ പിടിച്ചോ. ഈ കെട്ട് ഞാനിട്ട കെട്ടാന്ന് തോന്നല്ലേ കഴിഞ്ഞ ദിവസം. അതെന്നാ മീനാശ്രീ കാണുമ്പോ ഇങ്ങനെ അല്ലല്ലോ. ഇത് കാണാൻ പാണായേ, ഇത് വേറെന്തോ മീനല്ലേ, പുല്ലം കുഞ്ഞാണോ? തിരുതക്കുഞ്ഞോ? ആർക്കുട്ടി ആദ്യമായിട്ടാ. അതിനകത്തൊരു ചെമ്മീക്കുട്ടനുണ്ട് കിടക്കുന്നു, വലിയ മീന. കൊഞ്ചിന്റെ കാലം നീല കളറല്ലേ? ഇത് കൊഞ്ചും കുഞ്ഞല്ലല്ലോ. അയ്യോ ചെമ്മീനാ. ദേ കാല് വെച്ചിട്ട് ഇറുക്കാൻ വേണ്ട പറു. ദേ ഒറ്റ കാലം, ഒരു കാല് പോയി. വരുവോ? ആണോ? അയ്യോ നല്ല വേദന ശ്രീ. അയ്യോ നിർമ്മിച്ചേ. പണ്ട് പാർക്കുട്ടിയാണോ കോലാമീന്റെ വായിക്കൊണ്ട് കൈവച്ചത്? പാറുവാണോ കുഞ്ഞ? നീ ആണെന്ന് തോന്നണ്. മ്യൂസിക് ഇട്ട് പിള്ളേരെ. അയ്യോ വാടാ 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 വാടാ. അയ്യോ കിച്ചു നോക്കുമ്പോ ഉണ്ടല്ലോ ശ്രീയെ, ഒരു വള്ളക്കാര് വന്നിട്ട് നമ്മുടെ ഇല്ലേ നമ്മുടെ കൂടിൻ്റെ അവിടെ കൊണ്ട് വള്ളം കയറ്റി ശ്രീ. ആ പുല്ലിനിടെ കൂടെ നാടൻ വരാലാണ് കേട്ടാ. കണ്ട നാടൻ വരാൽ തെന്നി തെന്നി പോകും. അയ്യോ ദേ കണ്ട, വലിയ നല്ല വലിപ്പമുള്ള നാടൻ വരാൽ. ഉരുളനാണല്ലേ ശ്രീ? ഉരുണ്ട ടൈപ്പാണ് കേട്ടോ. കാണും പറയാം. ദേ നാടനാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ബ്ലാക്ക് കളറാ, മറ്റേതിന് റെഡ് കളറ്. ഇവിടെ ഇങ്ങനെ ബ്ലാക്ക് പൂ പോലെ ഇരിക്കും നാടൻ വരാലിന്. ഇത് കണ്ടോ, ബ്ലാക്കും വൈറ്റും അല്ലേ? മറ്റാണ് റെഡ് പൂ പോലെ വരും. കണ്ട കിടൂല്ലേ? ഇഷ്ടപ്പെട്ടോ അല്ലേ? 5 കിലോ ആയിരുന്നു. അത് ഇതല്ല വാഗവരാല്, വേറെ സ്പീഷ്യസാ. ഇത് നാടൻ വരാല്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അവിടെ തോട്ടിൽ, ഞങ്ങളുടെ അവിടെയൊക്കെ ഇല്ലേ തോട്ടിലൊന്നും ഇത്രയും വലിയ നാടൻ വരാലിനെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ വന്ന് പുഴയെന്ന് കിട്ടിയപ്പോഴാണ് ഇത്രയും വലുതിനെ ഞാൻ കണ്ടേ. ആദ്യമായിട്ടാണ് ഇവിടെ വെച്ചിട്ട് കാണണേ. ഞാൻ പാറക്കുട്ടിക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പാറ ഉള്ളപ്പോ ഇല്ലേ, ഇത് ആദ്യമായിട്ടാ കേട്ടോ. പാറക്കുട്ടി ഉള്ളപ്പോ നമുക്ക് മീൻ കിട്ടണേന്ന് തോന്നണം അല്ലേ പാറു? കിട്ടിയിട്ടുണ്ടോ നീ ഉള്ളപ്പോ? ഇല്ല, പാറുള്ളപ്പോൾ കിട്ടിയിട്ടില്ല കേട്ടോ. എന്നിട്ട് അവൾ തൃശ്ശൂർ നമ്മുടെ വീഡിയോ കാണുമ്പോൾ എന്നും വിളിച്ചിട്ട് പറിച്ച് കരച്ചില്ല. അമ്മ എനിക്ക് വെച്ചേക്കണം, അമ്മ എനിക്ക് വെച്ചേക്കണം. ഇന്നിപ്പോൾ രാത്രി നാളെ പാർക്കുട്ടി വെളുപ്പിന് പോകുമല്ലോ. അപ്പം നമുക്ക് ഇന്ന് തന്നെ പാർക്കുട്ടിക്ക് ഇത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാണ് ആഗ്രഹം അല്ലേ പറു? ചിലപ്പോൾ ചാടാൻ സാധ്യതയുണ്ട് അതിൻ്റെ ഇരിപ്പ് കണ്ടിട്ട്. പക്ഷേ ഈ മീൻ ഇങ്ങനെ അടങ്ങിയിരിക്കും. മറ്റേ മീനാന്ന് തോന്നണം അല്ലേ കിടന്ന് ബഹളം വെക്കുന്ന കൂടല് അല്ലേ? ആണോടാ നീ പാവാണോടാ? പാവാന്ന് നീ പാവാണോടാ? അനങ്ങാണ്ടിരിക്കണോണ്ടോ പറു? ചോടാ. ഇനി നമുക്കില്ലേ ശ്രീ ഇതിന് റെഡിയാക്കുന്ന ഒരു വീഡിയോ എടുക്കണം. ഞാൻ കുളിച്ചങ്ങോട്ട് പോവരുതേ, ഞാൻ മീൻ വൃത്തിയാക്കാൻ പോവാണ്. ഈ സന്തോഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് എഴുതണേ. കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ. എനിക്ക് മുന്നോട്ട് പോകാൻ ഇതെല്ലാം ആവശ്യമാണ് കേട്ടോ. അപ്പോൾ തുടർന്ന് കാണണേ. മീൻ വെട്ടണ വീഡിയോ ഇടണമെന്ന് ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻ വെട്ടൊന്നും അല്ല, എന്നാലും എനിക്ക് അറിയാവുന്ന പോലെയൊക്കെ കാണിച്ചു തരാം. ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള എൻ്റെ ഉപകരണങ്ങൾ ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം. കുറച്ച് ചാരം, കത്തിയൊന്നുമില്ല. ഞാൻ ഇത് വെച്ചിട്ട് ഞാൻ കൊമ്പസ്രാവിന് വരെ വെട്ടും. എന്നിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് കേട്ടോ. ഇതിന് തൊലി ഇങ്ങനെ നമ്മൾ ചെത്തിയിട്ട് എടുക്കണേ. പിന്നെ ഒരു ഫിഷ് കട്ടർ, പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട രാത്രിയിൽ നമുക്ക് കിട്ടിയിട്ടുള്ള നാടൻ വരാലാണ്. അപ്പോൾ ഇന്നലെ രാത്രിയിൽ വെട്ടാൻ പറ്റിയില്ല, ഒത്തിരി വൈകിയായിരുന്നേ. അത് കാരണം നമ്മൾ ഫ്രിഡ്ജ് വെച്ചിട്ട് ഇന്നാകുമ്പോൾ നിങ്ങളെയും കാണിക്കാനായിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ഓർത്തിട്ടാണ് നമ്മളിതിപ്പോൾ രാവിലെയാണ് ഇത് വെട്ടണം. അത് നമ്മളിത് ഇങ്ങനെ വെച്ച് ഇനി ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കണം. എന്നിട്ട് അതിനിങ്ങനെ വെക്കും. പിന്നെ നമ്മുടെ
ആയുധം ഉണ്ടല്ലോ അതിനിങ്ങനെ മൂർച്ച കൂട്ടണം. നേരിട്ട് നമുക്ക് ഫ്രഷായിട്ട് വെട്ടണേക്കാട്ടിലും എളുപ്പം ഫ്രിഡ്ജിൽ ഒന്ന് ഇച്ചിരി നേരം വെച്ച് ഫ്രീസറിൽ കുറച്ച് നേരം വെച്ചിട്ട് ഇതൊന്ന് കറക്റ്റ് വീഡിയോയിലേക്ക് വരുമ്പോൾ കറക്റ്റായിട്ട് ചെത്തുമെന്ന് എനിക്കറിയാൻ മേല. ഇതിങ്ങനെ ചെത്തേണ്ടത്. കണ്ടോ? അപ്പം അതിങ്ങനെ വരും. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ മൂർച്ച കൂട്ടി കൊടുക്കും കേട്ടോ, അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഇങ്ങനെ ചെത്തി വരത്തില്ല. പിന്നെ ഒരു കാര്യം ഞാൻ മറന്നുപോയേ, ഉപ്പുണ്ട് കേട്ടോ. ഉപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ലാസ്റ്റ് തേക്കാൻ വേണ്ടിയിട്ടാണ്. അത് കാണിക്കാൻ മറന്നുപോയതാണേ. എന്നിട്ട് കണ്ടോ, കരിമീനെല്ലാം നമ്മളിങ്ങനെയാണ് കേട്ടോ ചെത്തിയെടുക്കണേ. പിന്നെ വരാലിനെ കുറേ പേരൊക്കെ തൊലിയൊക്കെ കളഞ്ഞെടുക്കും. പക്ഷെ അമ്മയൊക്കെ പറഞ്ഞാൽ തൊലി കളഞ്ഞാൽ ഗുണം പോകും എന്നൊക്കെ പറഞ്ഞ് കേട്ടേക്കണേ. നമുക്കറിയത്തില്ല, നമ്മളിങ്ങനെയാണ് ചെത്തിയെടുക്കണേ. ഞങ്ങളുടെ ഇല്ലേ ഡെലിവറി കഴിഞ്ഞ സമയത്തുണ്ടല്ലോ, ഈ വരാൽ പിന്നെ പള്ളത്തി എന്ന് പറഞ്ഞിട്ട് മീനുണ്ടേ, അതിനെയൊക്കെ ഇങ്ങനെ മുളക് പുളി ഇട്ടിട്ട് ഇങ്ങനെ പറ്റിച്ച് തരുമായിരുന്നേ. ആ മുറിവൊക്കെ കൂടാനാണെന്ന് അമ്മയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് അതിനെപ്പറ്റിയൊന്നും കൂടുതലറിയത്തില്ല. ആ സമയത്ത് ഇതൊക്കെ കൂടുതലായിട്ട് നമുക്ക് ഉണ്ടാക്കി തരുമായിരുന്നു. കണ്ടോ, ഒരു സൈഡ് ക്ലീൻ ആയിട്ടുണ്ടേ. കണ്ടോ, ഇനി നെക്സ്റ്റ് പുറത്തും. ഇത് കണ്ടോ, എൻ്റെ കത്തി തേഞ്ഞ് ഇവിടം വരെ എത്തി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിനെ ഉപേക്ഷിക്കാൻ എനിക്ക് വയ്യ. പോളിഗാർഡിൻ്റെ ആണ് കേട്ടോ കത്തിയെ. ഇത് നമ്മൾ വർഷങ്ങളായിട്ട് പോളിഗാർഡ് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലതാണ് കേട്ടോ. ഇത് വേണ്ട, നാടൻ വരാലിനാണ് ഈ കറുത്ത കളറ്, അല്ല കറുപ്പും വെള്ളയും കളറ്. മറ്റേതാണെങ്കിൽ റെഡ് ആയിരിക്കും. അന്നേ നിനക്ക് സങ്കടമായാലും സത്യം പറയട്ടെ. നിനക്കേ നിന്റെ നിന്റെ വ്യൂവേഴ്സിന് നിനക്ക് മീൻ വെട്ട അറിയാവുന്നൊരു ഡൗട്ടാ. അതിനാണ് നിന്നോട് മീൻ വെട്ട കാണിക്കാമെന്ന് ചോദിച്ചത്. പോടാ, അതൊന്നും അല്ല. അതെ, അതുകൊണ്ടാണ്. ഓ, ഞാനത് കാര്യമായിട്ടാണോ വിചാരിച്ചത്. നീ മീൻ പിടിക്കണമെന്നോലും അവർക്ക് വിശ്വാസമില്ല. അപ്പൊ നേരെ വന്നാണോ? അക്കരെ വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ പ്രൊഫഷണൽ, നീ ഒരു പുലിയാണെന്നുള്ള കാര്യം. അപ്പം നിങ്ങൾ സംശയിക്കണ്ട, അന്നൊക്കെ എൻ്റെ കിഡുമായിട്ട് മീൻ വെട്ടാൻ അറിയാം. എനിക്ക് തീരെ പറ്റാവുന്ന മാത്രമേ ഞാൻ വെട്ടാറുള്ളൂ. ഞാനിവിടെ അച്ഛനില്ലേ, ഞാനിപ്പോഴാണ് മീൻ പിടിക്കാൻ തുടങ്ങിയ. അച്ഛൻ മീൻ പിടിച്ചിട്ട് ഞാൻ എത്ര വലിയ മീനെ വെട്ടിയേക്കണം. കൊമ്പസ്രാവിന് വരെ ഇല്ലേ, കൊമ്പസ്രാവ്, ഉടുമ്പ് സ്രാവും, അങ്ങനെ വെറൈറ്റി സ്രാവ് വരെ ഞാൻ വെട്ടിയിട്ടുള്ള ആളാണ് അല്ലേ. നോക്കിക്കേ, ഇത്ര ഭംഗിയൊക്കെ ആയിട്ട് ചെത്താൻ പറ്റിയില്ല. എനിക്ക് അറിയാൻ പറ്റൂല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വരത്തില്ലത്. എനിക്കറിയാം. നന്നായിട്ട് ചെത്താൻ അറിയാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ആ തൊലി അങ്ങ് ചെത്തിപ്പോവും. തൊലി ചെത്തിപ്പോകുന്നല്ല, ഇത് ഇവിടെ ഇങ്ങനെ കറുത്ത പാടായിരിക്കും. ഇത് നന്നായിട്ട് ചെത്താൻ അറിയാവുന്ന കൊണ്ടാണ് ഇതിങ്ങനെ വെളുത്തിരിക്കണേ. ഇപ്പോൾ മനസ്സിലായോ എനിക്ക് മീൻ വെട്ടാൻ അറിയാം. ഇനി ഇതിനെ തേച്ച് ഞാൻ ഉപ്പിട്ടിട്ട് കഴുകണം. അതിന് മുന്നായിട്ട് ഞാൻ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ഇതുപോലെ ചെറുതാക്കി ഇങ്ങനെ സ്ലൈസ് ചെയ്യുക ചെയ്തിട്ടുള്ളത് കേട്ടോ, ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ വരാലുണ്ടല്ലോ, നാടൻ വരാൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അതിങ്ങനെ ചുങ്ങി കുഞ്ഞായിട്ട് വരും. മറ്റേ നമ്മുടെ വാകയില്ലേ, അത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അതിങ്ങനെ വീർത്ത് വരും. അത് നമ്മൾ നല്ല നൈസാക്കിയില്ലെങ്കിൽ വലിയ പീസായി പോകും വറുത്ത് വരുമ്പോഴേക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ ചുങ്ങി വരും. അങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ മീൻ ക്ലീൻ ചെയ്യണത്. ഇനി ഇതിനെ ഫ്രൈ ചെയ്യണം, അത് കീയാണ് ചെയ്യണത്. എനിക്ക് പോകാൻ സമയമായി, ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് ഞാൻ. അപ്പോൾ ഇനി ഞാൻ പോകാൻ റെഡി ആവട്ടെ.